CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധചിതലവും വസ്തുതാവിരുദ്ധവുമായ കുപ്രചരണങ്ങളിൽ ഞങ്ങൾ അതിയായി പ്രതിഷേധിക്കാൻ ഇല്ലാത്ത കഥകളുണ്ടാക്കി പൊതുജനമധ്യത്തിൽ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളെയും അതിൻ്റെ മേലധികാരികളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM-ന്റെ ഈ കുത്സിതമായ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂർ ജില്ലയിലെ കോർപ്പറേഷനിലും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും UDF അധികാരത്തിൽ വരും എന്ന് ഉറപ്പുള്ള സമയത്താണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വലിയ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമല്ല, ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയിലും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അവിടുത്തെ ചെയർപേഴ്സണെയും ഭരണസമിതി അംഗങ്ങളെയും അഴിമതിക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ എന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ്റെ ആവിർഭാവകാലം മുതൽ ഇങ്ങോട്ട് UDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള കോർപ്പറേഷനുകളിൽ ഇടം പിടിക്കത്തക്ക വിധത്തിലുള്ള ഒട്ടേറെ വികസന പദ്ധതികളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയത്. അത് ഏറ്റവും സുപ്രധാനമായതാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കോർപ്പറേഷൻ നഗരപരിധിയിൽ വരുന്ന എല്ലാ വീട്ടുകാർക്കും പൈപ്പ് ലൈനിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന സൗജന്യ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി. അത് ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപേക്ഷകൾ പരിഗണിച്ച് സൗജന്യമായിട്ട് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് GIS മാപ്പിങ്ങിലൂടെ ഈ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ മാപ്പിങ്ങിൽ ഉൾപ്പെടുത്തി അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ആർക്കും എവിടെ നിന്നും പരിശോധിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നൂതനമായിട്ടുള്ള സാങ്കേതിക തലത്തിൽ ഈ കോർപ്പറേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ നടത്തുകയും അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ അടുത്ത 25 വർഷക്കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണൂർ നഗരത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരത്തിലുള്ള ഒരു ശ്രമം ഈ കോർപ്പറേഷൻ ഭരണാധികാരികൾ നടത്തുകയുണ്ടായി. അതിനു വേണ്ടിയിട്ടുള്ള പരാതികൾ ഉൾപ്പെടെ പരിശോധിച്ച് ലഭ്യമായിട്ടുള്ള 6000-ലധികം പരാതികൾ അവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കിയിട്ടാണ് ഈ കോർപ്പറേഷൻ മുന്നോട്ട് പോയത്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ചുവടുവെപ്പുകളാണ് കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയത്. കടന്നപ്പാലത്ത് 40 ലക്ഷം ലിറ്റർ വെള്ളം സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള മാലിന്യ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സജ്ജീകരിക്കുകയും അതിൻ്റെ പ്രവൃത്തി ഭംഗിയായി പൂർത്തീകരിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തദ്ദേശഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് അതിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ മറ്റൊരു കോർപ്പറേഷനും ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കാത്ത വളരെ സുപ്രധാനമായിട്ടൊരു പദ്ധതിയായിട്ടാണ് അന്ന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം. കണ്ണൂർ പട്ടണത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഒരു അളവോളം പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് 2 ഇടങ്ങളിലായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പാട് ചെയ്ത് അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം
കണ്ണൂർ പട്ടണത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് മറ്റ് മെട്രോപൊളിറ്റൻ സിറ്റികളെ പോലെ, തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും നഗരവീഥികളെ പോലെ സൗന്ദര്യപൂർണമായിട്ടുള്ള ഒരു സംവിധാനം ഈ കോർപ്പറേഷനിൽ ഉണ്ടാകണം എന്നുള്ള വലിയ ലക്ഷ്യത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നഗര സൗന്ദര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആധുനിക രീതിയിലുള്ള ബസ് ഷെൽട്ടറുകളൊക്കെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് സമാഗതമായ ഈ വേളയിൽ ഇതൊക്കെ UDF അനുകൂലമായി മാറും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി മേയർക്കെതിരായും ഭരണസമിതി അംഗങ്ങൾക്കെതിരായും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഈ ദുഷ്ടപ്രചരണം നടത്തുകയാണ്. ഒരു ഭാഗത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അത്തരം കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് DYFI ഉൾപ്പെടെയുള്ള CPM-ന്റെ യുവജന സംഘടനകളെ കൊണ്ട് മേയർക്കെതിരായിട്ടും കോർപ്പറേഷനെതിരായിട്ടും ഒക്കെ സമരങ്ങൾ നടത്തിയിട്ട് ഇത് വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, കോർപ്പറേഷന്റെ മുന്നിൽ സമരം ചെയ്ത് ബാരിക്കേഡുകൾ തീർത്ത് പോലീസിനെ തള്ളി മാറ്റി ബാരിക്കേഡുകൾ മറികടന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് നടത്തിയത്. ഞങ്ങൾ തീരുമാനിച്ചാൽ കോർപ്പറേഷൻ്റെ അകത്ത് ഞങ്ങൾ കയറും, ഒരാളെയും ഇവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള ധിക്കാരത്തോടു കൂടിയുള്ള ഒരു സമീപനം CPM-ന്റെ യുവജന സംഘടന മുന്നോട്ട് വച്ചത് തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർ ഞങ്ങൾക്ക് നൽകുന്ന വലിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കണ്ണൂർ പോലുള്ള ഒരു കോർപ്പറേഷനിൽ CPM ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കലാപങ്ങൾ സൃഷ്ടിച്ച് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും കരുത്തും ഒക്കെ കണ്ണൂരിൽ ഇന്ന് UDF പ്രസ്ഥാനത്തിനുണ്ട്, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനുണ്ട് എന്ന് CPM മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വരാനിരിക്കുന്ന ദിവസങ്ങളിലും അത്തരം പ്രക്ഷോഭ പരിപാടികളുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് UDF തത്വത്തിൽ ആലോചിക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ ഇത് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം ഭരണകൂടത്തിന്റെ തലവന്മാരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് നിഷ്ക്രിയരാക്കുന്നതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളല്ല. ഇപ്പൊ KK രാഗേഷും മേയറും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഇത് മുസ്ലിം ലീഗ് കാണുന്നില്ല. മറിച്ച് മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ താറടിച്ച് കാണിക്കാനും അതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് CPM-നുള്ളത്. നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തളിപ്പറമ്പ് നഗരസഭയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സൗന്ദര്യവൽക്കരണ പദ്ധതിക്കെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ എന്നുള്ള രൂപത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. ചെയർപേഴ്സണെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. തളിപ്പറമ്പിലെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, തളിപ്പറമ്പിലെ നഗരസഭക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത ഒരു നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയിലാണ് CPM അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. 2017 നമുക്കറിയാം, തളിപ്പറമ്പ് പട്ടണത്തിൽ മൂത്തടത്ത് ഹൈസ്കൂൾ മുതൽ ചിറവക്ക് വരെയുള്ള നഗരവീഥിയിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആർട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഒരു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് കാലാവധി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ എഗ്രിമെന്റ് പുതുക്കിയില്ല എന്നുള്ളൊരു സാങ്കേതിക കാരണം വന്നപ്പോൾ ആ പദ്ധതി അവർക്ക് തന്നെ, കാരണം ഒരു സാമ്പത്തിക ബാധ്യതയും നഗരസഭയ്ക്കില്ല. അത് സ്ഥാപിക്കേണ്ടത്, അത് പരിപാലിക്കേണ്ടത്, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലടക്കേണ്ടത് ഒക്കെ അത് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അത്തരൊരു ഘട്ടത്തിൽ ഒരു നയാ പൈസയുടെ സാമ്പത്തിക ബാധ്യത പോലും നഗരസഭയ്ക്ക് ഇല്ലാത്ത ഒരു വിഷയത്തിൽ അവിടുത്തെ ചെയർപേഴ്സണെതിരും ഭരണസമിതി അംഗങ്ങൾക്കെതിരായിട്ട് CPM അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. എന്നിട്ട് ആ പ്രവൃത്തികളൊക്കെ തടസ്സപ്പെടുത്തുക. ഇതിൻ്റെയൊക്കെ കാതൽ എന്ന് പറയുന്നത് ഇത്തരം ജനക്ഷേമകരമായിട്ടുള്ള, ജനങ്ങൾക്ക് സ്വീകാര്യയോഗ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് അത് UDF-ന് അനുകൂലമായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാറുമെന്നുള്ള ഈ ധാരണയ്ക്ക് പുറത്ത് ഈ ഭരണകൂട സംവിധാനങ്ങളെയൊക്കെ താറടിച്ച് കാണിക്കാനുള്ള വൃഥാശ്രമമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാകരുത്. UDF-ന് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഊർജം ഇത്തരം നല്ല പദ്ധതികളിലൂടെ
UDF സമാർജിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നിയമ നടപടി എന്ന് പറയുന്നത് മേയർക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടിട്ട് മേയർ നിയമ നടപടി സ്വീകരിക്കും. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നിയമ നടപടി സ്വീകരിക്കുന്നതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലാതെ ഒരാൾക്കെതിരായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അപകീർത്തിക്കെതിരായിട്ട് അദ്ദേഹം നടപടി സ്വീകരിക്കും. അതിൽ പാർട്ടിയുടെ അനുമതിയുടെ പ്രശ്നമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ പറയുന്നത് KK രാഗേഷ് മേയർക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപം ഉന്നയിച്ചതിലല്ല. അങ്ങനെ അധിക്ഷേപം ഉന്നയിക്കുന്നതിലൂടെ ഒരു മുന്നണി സംവിധാനത്തെ താറടിച്ച് കാണിക്കാൻ, ഒരു പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ, അതിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള കുറുക്കു വഴികൾ നേടുകയാണ് KK രാഗേഷ് ചെയ്യുന്നത്. അതിന് മുസ്ലിം ലീഗ് പ്രതിരോധിക്കുമ്പോൾ കാര്യത്തിൽ സംശയമില്ല. മേയർക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് എതിരായിട്ട് മേയർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ നടപടി സ്വീകരിക്കുന്നതുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം പിന്തുണയുമായിട്ട് മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാവുകയും ചെയ്യും.